അനിഴം നക്ഷത്രം. DNA ആസ്ട്രോളജിയിൽ ഏറ്റവും സവിശേഷവും സൗഹൃദത്തിൻ്റെ കരുത്തുറ്റതുമായ നക്ഷത്രമാണ് അനിഴം. അനുരാധ. ഇതിൻ്റെ നാഥൻ ശനിയും ദേവത 12 ആദിത്യന്മാരിൽ ഒരാളായ മിത്രനുമാണ്. വൃശ്ചികം രാശിയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രം വിജയത്തിന് ശേഷമുള്ള അനുഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. അനിഴം നക്ഷത്രത്തിൻ്റെ ആഴത്തിലുള്ള രഹസ്യങ്ങളും DNA വിശകലനവും. അനിഴം നക്ഷത്രം. അനുരാധ. ഇതിൻ്റെ ചിഹ്നം വിജയത്തോരണം അല്ലെങ്കിൽ താമരപ്പൂവാണ്. ചതുപ്പിൽ വിരിയുന്ന താമരയെപ്പോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ജനിതകശേഷി ഇവർക്കുണ്ട്. 1. മിത്രൻ്റെയും ശനിയുടെയും DNA. ദ ലോയൽറ്റി DNA. ദേവത മിത്രനായതുകൊണ്ട് വിശ്വാസ്യതയും സൗഹൃദവുമാണ് ഇവരുടെ DNAയുടെ കാതൽ. DNA രഹസ്യം. നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ പ്രത്യേകിച്ച് അച്ഛൻ്റെ വശത്ത് സ്വന്തം കുടുംബത്തേക്കാൾ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും വേണ്ടി ജീവിച്ചവർ ഉണ്ടായിരിക്കും. വിശ്വസ്തത. കൂടെ നിൽക്കുന്നവരെ ചതിക്കാത്ത ഒരു പാരമ്പര്യം നിങ്ങളിൽ ഉണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും വലിയ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിച്ചവരോ അല്ലെങ്കിൽ വിശ്വസ്തരായ സേവകരോ ലോയൽ പ്രൊട്ടക്ടേഴ്സ് ആയിരുന്നിരിക്കാം. 2. പ്രതികൂല സാഹചര്യങ്ങളിലെ ഉയർത്തെഴുന്നേൽപ്പ്. ദ ലോട്ടസ് DNA. താമര ചളിയിൽ നിന്ന് വിരിയുന്നത് പോലെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഐശ്വര്യം പടുത്തുയർത്തുന്ന ഒരു ജനിതക കോഡ് നിങ്ങളിലുണ്ട്. രഹസ്യം. നിങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ വലിയൊരു തകർച്ചയോ അപമാനമോ നേരിട്ടിട്ട് അതിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന പൂർവികരെ കാണാം. കഠിനാധ്വാനത്തിലൂടെ മാത്രം വിജയം എന്ന ശനിയുടെ പാഠം നിങ്ങളുടെ രക്തത്തിലുണ്ട്. പെട്ടെന്ന് ലഭിക്കുന്ന ഭാഗ്യത്തേക്കാൾ പടിപടിയായുള്ള വളർച്ചയാണ് ഈ DNA നൽകുന്നത്. 3. കർമ്മ രജിസ്റ്റർ. കാർമിക് രജിസ്റ്റർ. വിദേശ യാത്രകളും അലച്ചിലും. അനിഴം നക്ഷത്രക്കാർ പലപ്പോഴും സ്വന്തം ജന്മനാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് കൂടുതൽ ശോഭിക്കുക. കുടുംബത്തിൽ ആരെങ്കിലും വിദേശത്തോ അല്ലെങ്കിൽ ദൂരദേശത്തോ പോയി ജോലി ചെയ്തവരോ കപ്പൽ യാത്രകളുമായി ബന്ധപ്പെട്ടവരോ ഉണ്ടായിരിക്കാം. അദൃശ്യമായ തടസ്സങ്ങൾ. ശനിയുടെ സ്വാധീനമുള്ളതുകൊണ്ട് ഏതു കാര്യവും നടക്കാൻ കുറച്ച് കാലതാമസം നേരിട്ടേക്കാം. ഇത് നിങ്ങളുടെ പൂർവികർക്ക് ലഭിക്കാതെ പോയ ചില അംഗീകാരങ്ങളുടെ പ്രതിഫലനമാകാം. 4. സംഗീതവും താളവും. ദ റിതമിക് DNA. അനിഴം നക്ഷത്രക്കാർക്ക് സംഗീതത്തിലോ കലകളിലോ ഒരു പ്രത്യേക വാസനയുണ്ടാകും. കുടുംബത്തിൽ ആരെങ്കിലും താളവാദ്യങ്ങൾ പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നതിലോ അല്ലെങ്കിൽ കീർത്തനങ്ങൾ പാടുന്നതിലോ താൽപ്പര്യമുള്ളവരായിരിക്കാം. അനിഴം നക്ഷത്രത്തിൻ്റെ ആരും പറയാത്ത രഹസ്യങ്ങൾ. ഹിഡൻ സീക്രട്സ്. രഹസ്യഭക്തി. പുറമേ കാണിക്കുന്നതിനേക്കാൾ വലിയൊരു ആത്മീയതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തോടുള്ള കടുത്ത ഭക്തിയോ അവരുടെ മനസ്സിലുണ്ടാകും. ഭക്ഷണ രഹസ്യം. അനിഴം നക്ഷത്രക്കാർക്ക് രാത്രികാലങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രത്യേകതരം ഭക്ഷണങ്ങളോട് ഒരു അമിത താൽപ്പര്യമുണ്ടാകാം. കുടുംബത്തിൽ പണ്ട് വലിയ സദ്യകൾ നൽകിയിരുന്ന പാരമ്പര്യം ഉണ്ടാകാം. സൗഹൃദത്തിൻ്റെ ശക്തി. നിങ്ങൾക്ക് അപരിചിതരായ ആളുകളിൽ നിന്ന് അപ്രതീക്ഷിത സഹായങ്ങൾ ലഭിക്കും. ഇത് നിങ്ങളുടെ പൂർവികർ ചെയ്ത പുണ്യമാണ്. ആൻസെസ്ട്രൽ ഗുഡ് ഡീഡ്സ്. DNA ശുദ്ധീകരണത്തിനുള്ള വഴികൾ. കാർമിക് റെമഡീസ്. കൂട്ടായ പ്രവർത്തനങ്ങൾ. ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഗ്രൂപ്പായി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയം തരും. സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് സാമൂഹിക സേവനം നടത്തുന്നത് നിങ്ങളുടെ DNAയെ പോസിറ്റീവ് ആക്കും. പഴയ സുഹൃത്തുക്കളെ സഹായിക്കുക. കഷ്ടപ്പാടിൽ കഴിയുന്ന പഴയ സുഹൃത്തുക്കളെയോ സഹപ്രവർത്തകരെയോ സഹായിക്കുന്നത് നിങ്ങളുടെ കർമ്മദോഷങ്ങൾ മാറ്റാൻ സഹായിക്കും. ശനിദേവ പ്രീതി. ശനിയാഴ്ചകളിൽ എള്ളുതൈലം കൊണ്ട് വിളക്ക് കൊളുത്തുന്നതും നീല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് പൂജിക്കുന്നതും നല്ലതാണ്. വൃദ്ധസദനങ്ങളിൽ സഹായം. പ്രായമായവർക്ക് വസ്ത്രങ്ങളോ മരുന്നോ നൽകുന്നത് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കും. DNA ആസ്ട്രോളജി പ്രകാരം അനിഴം നക്ഷത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അധികമാരും ചർച്ച ചെയ്യാത്ത അതിഗൂഢമായ ചില രഹസ്യങ്ങൾ കൂടി ഇനി പറയാം. ഇത് നിങ്ങളുടെ ജനിതക ഘടനയെയും കുടുംബപരമായ പൂർവ്വപുണ്യങ്ങളെയും കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള അറിവ് നൽകും. 1. തണൽ മരം എന്ന ജനിതക രഹസ്യം. ദ അംബ്രല്ല DNA. അനിഴം നക്ഷത്രത്തിൻ്റെ ഒരു ഗൂഢചിഹ്നമായി കുട അല്ലെങ്കിൽ തണൽ നൽകുന്ന മരം കണക്കാക്കപ്പെടുന്നു.
രഹസ്യം: നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ, പ്രത്യേകിച്ച് പിതൃവഴിയിൽ അഭയം തേടി വന്നവരെയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരെയോ സ്വന്തം മക്കളെപ്പോലെ സംരക്ഷിച്ച ഒരു വലിയ വ്യക്തിത്വം ഉണ്ടായിരിക്കും. DNA പാറ്റേൺ: ഈ സംരക്ഷണ DNA കാരണം നിങ്ങൾക്ക് അർഹതയില്ലാത്ത പദവികളോ അല്ലെങ്കിൽ അപ്രതീക്ഷിത സുരക്ഷയോ ജീവിതത്തിൽ ലഭിക്കും. മറ്റുള്ളവർക്ക് തണലായി നിൽക്കുമ്പോൾ മാത്രമാണ് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യം ഉദിക്കുന്നത്. 2. താമരയും ചേറിൽ നിന്നുള്ള വളർച്ചയും. അനിഴത്തിൻ്റെ ചിഹ്നം താമരയാണ്. താമര ചെളിയിലാണ് വളരുന്നത്, എന്നാൽ അതിൽ ചെളി പറ്റാറില്ല. രഹസ്യം: നിങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ വലിയൊരു അപമാനം അല്ലെങ്കിൽ തകർച്ച നേരിട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാകാം. ആ ചെളിയിൽ, പ്രതിസന്ധിയിൽ നിന്ന് പൂത്തുലഞ്ഞവരായിരിക്കും നിങ്ങളുടെ പൂർവികർ. DNA സൂചന: എത്ര വലിയ മോശം സാഹചര്യത്തിൽ ചെന്നു പെട്ടാലും അതിൽ തളരാതെ സ്വന്തം വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നേറാനുള്ള കരുത്ത് നിങ്ങളുടെ രക്തത്തിലുണ്ട്. 3. മിത്രനും അദൃശ്യമായ ഉടമ്പടികളും. ദേവതയായ മിത്രൻ കരാറുകളുടെയും സൗഹൃദത്തിൻ്റെയും ദേവനാണ്. രഹസ്യം: നിങ്ങളുടെ പൂർവികർ പണ്ട് ആർക്കെങ്കിലും നൽകിയ വാക്ക് അല്ലെങ്കിൽ ചെയ്ത സഹായം കാരണം തലമുറകൾക്ക് ശേഷവും ആ കുടുംബത്തിൽ നിന്നുള്ളവർ നിങ്ങളെ സഹായിക്കാൻ എത്തും. DNA ദോഷം: പണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വിശ്വസ്തരായ സുഹൃത്തുക്കളെയോ പങ്കാളികളെയോ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലനമായി നിങ്ങളുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നേക്കാം. ഇത് പരിഹരിക്കാൻ പഴയ സുഹൃത്തുക്കളെ കണ്ടെത്തി സഹായിക്കുക എന്നത് പ്രധാനമാണ്. 4. സംഗീതവും താളബോധവും. ദ റിതമിക് DNA. അനിഴം നക്ഷത്രം അനുരാധ ആണ്. ഇത് രാധയ്ക്ക് ശേഷമുള്ളത് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ താളവുമായി ബന്ധപ്പെട്ടതാണ്. രഹസ്യം: ഈ നക്ഷത്രക്കാരുടെ DNAയിൽ ഒരു പ്രത്യേക താളം, റിതമുണ്ട്. കുടുംബത്തിൽ മികച്ച വാദ്യ കലാകാരന്മാരോ മന്ത്രങ്ങൾ താളാത്മകമായി ചൊല്ലുന്നവരോ ഉണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും ഒരു പ്രത്യേക ചിട്ടയോടും താളത്തോടും കൂടി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കും. 5. രാത്രിയിലെ രഹസ്യങ്ങൾ. ദ നൈറ്റ് DNA. അനിഴം വൃശ്ചികം രാശിയിലെ ശനി നക്ഷത്രമായതുകൊണ്ട് രാത്രികാലങ്ങളിൽ ഇവർക്ക് ഊർജം കൂടുതലായിരിക്കും. രഹസ്യം: രഹസ്യവിദ്യകൾ, ഗുപ്തശാസ്ത്രങ്ങൾ, ഒക്കൽറ്റ് എന്നിവയിൽ നിങ്ങളുടെ കുടുംബത്തിന് താൽപ്പര്യമുണ്ടാകാം. കുടുംബത്തിൽ ആരെങ്കിലും രാത്രികാലങ്ങളിൽ മാത്രം ചെയ്തിരുന്ന പ്രത്യേക പൂജകളോ കർമ്മങ്ങളോ ഉണ്ടായിരുന്നിരിക്കാം. അനിഴം നക്ഷത്രക്കാർ പലപ്പോഴും രാത്രിയിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. അനിഴം നക്ഷത്രക്കാർക്കായുള്ള ഗൂഢപരിഹാരം. കാർമിക് സീക്രട്ട് റെമഡി. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ പഴയതും ഉപേക്ഷിക്കപ്പെട്ടതുമായ വഴികൾ പുനരുദ്ധരിക്കുക എന്നതാണ് വഴി. കാൽനട യാത്രക്കാർക്ക് ദാഹജലം നൽകുന്നതോ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതോ നിങ്ങളുടെ കുടുംബത്തിലെ ശനിദോഷങ്ങൾ പൂർണ്ണമായും നീക്കാൻ സഹായിക്കും. കൂടാതെ ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കും.